ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദനെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുത്ത് പ്രഭയ്ക്ക് താൻ കൊടുത്ത ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് ദേവിക. ഞാൻ സുരക്ഷിതനാണെന്നും അമ്മ പേടിക്കണ്ട എന്നും നന്ദൻ തന്നെ നേരിട്ട് പറയുന്നതോടുകൂടി മനസ്സ് നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ പ്രഭയുടെ. നന്ദൻ എസ്തപ്പാൻ്റെ വീട്ടിൽ സുരക്ഷിതനാണെന്ന് നേരിട്ട് കണ്ട ബോധ്യമാകുന്ന മുരളിക്കും എല്ലാ തെറ്റിദ്ധാരണകളും നീങ്ങുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിൽ നന്ദുവിനെ ഹാജരാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതെല്ലാം ഹരിയങ്കളിൻ്റെ വലിയൊരു പ്ലാൻ ആയിരുന്നു എന്നും നന്ദുവിനെ ഞാനും അച്ഛനും അങ്കിളും ചേർന്നാണ് ഇവിടെ എത്തിച്ചത്. അന്വേഷണം മുന്നോട്ട് പോകും തോറും ഋഷി യഥാർത്ഥത്തിൽ മരണപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഹരിയങ്കളിനുണ്ടായിരുന്നു. ഹരിയങ്കൾ കണക്ക് കൂട്ടിയതുപോലെ നന്ദുവിനെ കാണാതായതോടെ നന്ദുവിനെ അന്വേഷിക്കാൻ പലരും തുടങ്ങിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ വലിയൊരു ടീം ഉണ്ടെന്ന് തന്നെയാണ് ഹരിയങ്കളുടെ നിഗമനം. തുടർന്ന് ഒന്നും മുരളിയെ അറിയിക്കാത്തതിനും മുരളിയോട് സോറി പറയുന്നുണ്ട് ദേവികയും നന്ദനും. അങ്ങനെ നന്ദൻ സുരക്ഷിതമായി എസ്തപ്പാൻ്റെ വീട്ടിൽ ഉണ്ടെന്നുള്ള വിവരം മാധവേട്ടനെയും രാധികയും അതുപോലെ തന്നെ നന്ദൻമോനെ കണ്ടു കിട്ടുന്നതുവരെ ദേവികയുടെ വീട്ടിൽ സത്യാഗ്രഹം ഇരിക്കാൻ വന്ന ഭാർഗവിക്കും വലിയ സമാധാനവും ആശ്വാസവുമാകുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവരെല്ലാവരും മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നത്. ഇത്രയൊക്കെയാണെങ്കിലും ദേവിയേച്ചി ഇനി ഒരിക്കലും നന്ദേട്ടനുമായിട്ട് ഒരുമിച്ച് ജീവിക്കില്ല എന്ന് തന്നെയാണ് ശാരിക ഗിരീഷിന് മുന്നിൽ വയ്ക്കുന്ന വാദം. ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചേച്ചി നന്ദേട്ടൻ്റെ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ചേച്ചി ഇനി ഒരിക്കലും സ്വന്തം ക്യാരക്ടർ ആരുടെ മുന്നിലും പണയം വെക്കില്ല എന്നും ശാരിക പറയുന്നു. പിന്നീട് ദേവികയും മുരളിയും നന്ദനോട് യാത്ര പറഞ്ഞിറങ്ങുന്നു. അങ്ങനെ MLAയുടെ കാർ എസ്തപ്പാൻ്റെ വീട്ടിൽ നിന്നും പോകുന്നത് കുപ്പിപ്പാട്ട പെറുക്കി നടക്കുന്ന ഒരാൾ കാണുന്നുണ്ട്. ശേഷം അയാൾ എസ്തപ്പാറ്റിൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അവിടേക്ക് ചെല്ലുകയും അവിടെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി വീടിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്ന് അകത്തേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് കണ്ടുകൊണ്ട് വരുന്ന നമ്മുടെ ഏലിയാമ്മ ചേട്ടത്തിയാണെങ്കിൽ അയാളെ കയ്യിൽ കിട്ടിയതെടുത്ത് കൈകാര്യം ചെയ്ത് വിടുന്നുണ്ട്. പിന്നീട് ദേവിക CPയെ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ ദേവികയെ കാണുന്നതും എന്തിനാ മേഡം അത്യാവശ്യമായിട്ട് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഋഷി മരിച്ചിട്ടില്ല, ഋഷിയെ ഞാൻ കണ്ടു എന്നെല്ലാം കെവിൻ പ്രഭാവതിയോട് നന്ദനെ കണ്ടു എന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു എന്നതുപോലെ ദേവികയും CPയോട് പറയുന്നു. നന്ദുവിൻ്റെ മറിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ദേവിക ഇതിലൂടെ പദ്ധതിയിടുന്നത്. ഈ ഒരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ പൊള്ളേണ്ടവർക്കൊക്കെ പൊള്ളും എന്ന് ദേവികയ്ക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ഋഷി എവിടെ ഒളിച്ചു താമസിക്കുന്നുണ്ടെങ്കിലും ആ താവളത്തിൽ നിന്നും ഋഷി പുറത്തിറങ്ങും, അല്ലെങ്കിൽ അരുന്ധതി ഋഷിയെ എവിടേക്കാണെങ്കിലും മാറ്റും എന്നുള്ള ഒരു കാര്യം ദേവിക്ക് ഉറപ്പാണ്. ഏതായാലും ദേവി ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. CP അരുന്ധതിയെ ചെന്ന് കണ്ട് ദേവിക പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. എല്ലാം കൈവിട്ട് പോവുകയാണെന്നും അവരൊക്കെ എല്ലാം അറിഞ്ഞു എന്നാണ് മാഡം തോന്നുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നെല്ലാം CP പറയുമ്പോൾ ഇനിയിപ്പോൾ ഒറ്റ വഴിയുള്ളൂ, ഋഷി രാജ്യം വിട്ട് ദുബായിലേക്ക് പോകണം, ഇല്ലെങ്കിൽ വഞ്ചന കുറ്റത്തിന് ഋഷി അകത്താവുന്നത് നമുക്ക് കാണേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അരുന്ധതി. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ഈ ടൗൺ വിട്ട് പോലും പോകാൻ പോലും തയ്യാറാവില്ല. ചന്ദ്രോത്തുകാരോടുള്ള പ്രതികാരം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറൂ എന്നെല്ലാം ഋഷി പറഞ്ഞ് ഇങ്ങനെ വാശിയിൽ നിൽക്കുന്ന ഋഷിയെ ആത്മഹത്യാ ഭീഷണി മുഴക്കി ദുബായിലേക്ക് പോകാനായിട്ട് സമ്മതിപ്പിച്ചെടുക്കുകയാണ് അരുന്ധതി. പിന്നീട് പ്രഭാവതിയാണെങ്കിൽ രജനിയെ വിളിച്ച് നന്ദൻ സുരക്ഷിതമാണെന്ന് ആ ഒരു കാര്യം അറിയിക്കുന്നു. അപ്പോൾ അത് കേട്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ രജനിയും. അങ്ങനെ ഋഷി മോർണിംഗ് ഫ്ലൈറ്റിൽ ദുബായിക്ക് പോകാനായിട്ട് എയർപോർട്ടിലെത്തുന്നു. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ നീക്കിയിരുന്ന ഹരിസാർ കണക്ക് കൂട്ടിയതുപോലെ തന്നെ ഋഷി മാളം വിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ശേഷം എയർപോർട്ടിൽ വെച്ച് പോലീസ് ടീം ഋഷിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്.